ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇന്നൊരു ആപ്പി ഫിക്സിൻ്റെ ബോട്ടിലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വെള്ളം കുടിച്ചിട്ട് ബാക്കിയായപ്പോഴത്തേക്ക് കളയാൻ തോന്നിയില്ല. അത് വെച്ചിട്ട് അടിപൊളി ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓർത്ത് വീട്ടിൽ കെട്ടിച്ചുമ്പോന്നോട്ട് വന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്റ്റിക്കേഴ്സ് എല്ലാം ഇതുപോലെ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം ബേസ് കോട്ടായിട്ട് വൈറ്റ് കളറാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. വൈറ്റ് കളർ തന്നെ നമുക്ക് മതി. കുപ്പിയിലായതുകൊണ്ട് തന്നെ, പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് തന്നെ അതിലിത്തിരി കളർ പിടിക്കാൻ കുറച്ച് താമസം എടുക്കുമെങ്കിലും നമുക്ക് ബ്രഷ് ഉപയോഗിച്ചും അല്ലെങ്കിൽ ഒരു കോട്ട് അടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ ശേഷം രണ്ടാമതൊരു കോട്ടും കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഒരു ചിരട്ടയാണ് എടുക്കുന്നത് കേട്ടോ. മുമ്പ് ക്രാഫ്റ്റ് ചെയ്ത് വേസ്റ്റ് ആയ ചിരട്ടയാണ് അതെടുക്കുന്നുണ്ട്. ആ ചിരട്ടയിലേക്ക് ഞാനൊരു റോസ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സെയിം പ്രൊസീജിയറാണ്. ഒരു വട്ടം അടിച്ചിട്ട് കളർ ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു വട്ടം കൂടി അടിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല കളർ കിട്ടും. അങ്ങനെ ചിരട്ട കളറൊക്കെ അടിച്ച് സെറ്റപ്പായി കുട്ടപ്പനായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ചിരട്ടയിലെ മോൾ ഭാഗം ഒരു ഹോളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ക്ലേ ഉപയോഗിച്ചിട്ടൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഡോട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റ് കളർ ഉപയോഗിച്ച് പെയിൻറ്റ് ബ്രഷ് കൊണ്ട് തന്നെ നോർമലായിട്ട് ഞാൻ ഇതുപോലെ വട്ടത്തിൽ വരച്ചു കൊടുക്കുന്നുണ്ട്, അങ്ങും ഇങ്ങുമൊക്കെ ആയിട്ട്. ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് അല്ലേ? വീഡിയോ ഫുള്ള് കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ് എൻ്റെ ടേബിൾ ഡെക്കർ ഐഡിയ എന്ന് മനസ്സിലാവും. ഇനി ഇതുപോലത്തെ അക്രിലിക് പെയിൻറ്റിൻ്റെ കാലിയായ പെയിൻറ്റിൻ്റെ ബോട്ടിൽ ക്യാപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. ആ ക്യാപ്പ് ഇതുപോലെ നേരത്തെ പെയിൻ്റ് അടിച്ച് വെച്ച ബോട്ടിലിൻ്റെ മണ്ടയിൽ ഫെവിക്വിക്കോ സൂപ്പർ ഗ്ലൂ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒട്ടിച്ചവിടെ സെറ്റായി അവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്തൊരു ഇതുപോലൊരു കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുക. ആ കാർഡ്ബോർഡ് ഷീറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പച്ച കളർ അടിച്ചു കൊടുക്കുകയാണേ. എൻ്റെ പെയിൻറ്റ് ആകെപ്പാട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഉള്ളതുപോലെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഞാൻ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ആ കുപ്പി നമുക്ക് ഫെവിബോണ്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ ഫെവിബോണ്ട് ഉപയോഗിച്ചിട്ട് ആ കുപ്പി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ കാർഡ്ബോർഡ് ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പർ ഗ്ലൂ ഉപയോഗിക്കാം കേട്ടോ. ഫെവിബോണ്ട് ഉപയോഗിച്ചാലും മതി, ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചോയ്സാണ്. ഇനി കുറേ കല്ലുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ കല്ലുകൾ നമുക്കിതുപോലെ ഫെവിക്വിക്കിനെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര കല്ല് വേണം, എങ്ങനെയൊക്കെ വേണം, ഇത് ഷേപ്പ് കണക്ക് നിങ്ങളുടെ ചോയ്സാണ് ഉള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിനേക്ക് നമുക്കൊരു ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് ഉദ്ദേശിക്കുന്നത് താഴെ ഒരു കല്ലിരിക്കുന്ന പോലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ഞാൻ എടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളർ പെയിൻറ്റ് ബ്രഷ് വെച്ച് ഉപയോഗിച്ചിട്ട് തന്നെ അടിച്ചു കൊടുക്കുകയാണ്. തോന്നി കുറച്ച് അപ്പുറത്തൂടെ 2 കല്ല് വയ്ക്കുന്ന ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, 2-3 കല്ല് അപ്പുറത്തൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അവനെ പുല്ല് ഇടയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ പുല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കണം. അവിടെ കഴിയുമ്പോൾ നമ്മൾ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ടോപ്പിലായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ച ചിരട്ടയും കൂടെ ഒട്ടിച്ചു കൊടുക്കുമ്പം നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. അവിടെ ഞാൻ സൂപ്പർ ഗ്ലൂ ആയിട്ട് ഉപയോഗിക്കുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളി ഒരു ടേബിൾ ഡെക്കർ പീസ് അല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്